നമസ്കാരം കേട്ടാ, എല്ലാം സുഖല്ലേ? കാനഡക്കാർ ഭയങ്കര സന്തോഷത്തിലാ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പണി അറിയാവുന്ന ഒരാളെ പടത്തലവനായിട്ട് കിട്ടിയതിൻ്റെ ഒരു ഹാപ്പിയാണ്. നമ്മൾ സി എൻ ടവറിന് മുമ്പിൽ നിൽക്കുന്നത്. ഈ സി എൻ ടവറിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ കാനഡയുടെ യശസ് ഉയർത്താൻ പ്രാപ്തനായിട്ടുള്ള ഒരു കാർണിയുടെ കയ്യിലാണ് നമ്മുടെ കാനഡയുടെ പടത്തലവൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ പടത്തലവനെ കിട്ടുമ്പോൾ ഇതിൻ്റെ മെച്ചം അനുഭവിക്കുന്നത് ഇവിടുത്തെ കാനഡയിലുള്ള മലയാളീസ് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള മലയാളീസും ഇതിൻ്റെ നല്ലൊരു പങ്ക് പറ്റാൻ പോവാണ്. ലോകത്തിലുള്ള എല്ലാ ഇമിഗ്രൻസ് എന്ന് പറയില്ലേ, അതായത് പുറം രാജ്യങ്ങളിലേക്ക് ചേക്കാറാൻ നിൽക്കുന്ന ആൾക്കാരുടെ സ്വപ്ന ഭൂമിയായിരുന്നു കാനഡ. അതായത് ഏറ്റവും കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും സമ്പൽ സമൃദ്ധിയിലും ആൾക്കാർ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യത്തിനെ കൊറോണയ്ക്ക് ശേഷം ഈ രാജ്യം തന്നെ എടുത്തിരിക്കുന്ന കുറച്ച് ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള കുറച്ച് പോളിസികൾ, തെറ്റുകൾ കാരണം കൊണ്ട് ഇതിൽ നിന്ന് നേരെ തിരിച്ചു കൂപ്പുകുത്തി സത്യം പറഞ്ഞാൽ കാനഡ കുറച്ച് കാലമായിട്ട് കുറച്ച് നല്ല രീതിയിൽ ക്രൈസിസിലാണ്. പക്ഷേ ഈ കാർണി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും. നല്ല രീതിയിൽ, അതായത് ഏത് പോളിസി വെച്ചിട്ടാണോ ഈ രാജ്യം നാശത്തിൻ്റെ വക്കിലേക്ക് പോണത്, ആ പോളിസി വെച്ചുകൊണ്ട് തന്നെ സാധനം തിരിച്ചു പിടിക്കും. അപ്പോൾ ഈ പോളിസി വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് എന്ത് മെച്ചമുണ്ടെന്നുള്ളതാണ് നമ്മുടെ നോട്ടം, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ ഉണ്ടല്ലോ, കാനഡയിൽ ഒരു ലോഡ് മലയാളികൾ സ്റ്റുഡൻറ്റ് വിസയെ വന്നിട്ട് പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പകുതി വഴിയിൽ പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്കൊക്കെയും നല്ല രീതിയിൽ ഗുണം കിട്ടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമനൻറ്റ് റെസിഡൻറ്റ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സാധനം നന്നായിട്ട് ഒരു ഓപ്പൺ ചെയ്യും. കാരണം പൊതുവെ ലിബറൽ പാർട്ടിക്ക് ഈ സാധനത്തിനോട് കുറച്ച് ചായവ് കൂടുതലാണ്, കൺസർവേറ്റീവ്സിൻ്റെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ മൈനുകൾ കുഴിക്കാൻ പോവാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. തീർച്ചയായിട്ടും എന്ത് വേണം? പണിക്ക് ആളെ വേണം. അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തട്ടിക്കൂട്ട് ഇടപാടുണ്ടല്ലോ, ആ പണി മാറിയിട്ട് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരുന്നൊരവസ്ഥ വരും. അതായത് വലിയൊരു വോളിയം ഓഫ് പോപ്പുലേഷൻ വരും. അത് എങ്ങനെ വരും? നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സ്റ്റുഡൻസിന് ലാഭം കിട്ടണതെന്ന്? ഇവിടുത്തെ ഒരു വർക്ക് ഫോഴ്സ് കാര്യങ്ങൾ അറിയാം, ഇവിടുത്തെ ഒരു വർക്ക് സ്റ്റൈൽ അറിയാം, ഇവിടുത്തെ കൾച്ചർ അറിയാം. അപ്പോൾ എന്തുണ്ടാവുക? പുറത്തുനിന്നുള്ളൊരാളെ, ഇതൊന്നും അറിയാത്ത ഒരാളെ കൊണ്ടുവരുന്നതാണോ, അതോ ഇതൊക്കെയും അറിയാവുന്ന ആൾക്കാരെ ഇവിടെ നിർത്തുന്നതാണോ നല്ലത്? ഇപ്പം നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഉള്ള ആൾക്കാരെ നിർത്തും, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇപ്പോഴുള്ള സ്റ്റുഡൻസിന്, മറ്റേ വർക്ക് പെർമിറ്റുള്ള ആൾക്കാർക്ക്, ഇവർക്കൊക്കെയും വലിയൊരു പ്രതീക്ഷയാണ് ഈ പുള്ളിയുടെ ഒരു വരവോട് കൂടിയിട്ട് സംഭവിച്ചിരിക്കണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മലയാളികൾക്ക് മെച്ചമുണ്ട്, കാരണം കയറിയുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇവിടെ വരുന്ന, നമ്മളറിയാലോ ഗൾഫിലത്തെ പോലെയല്ല. ഇപ്പോൾ ഗൾഫിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു വീട് മേടിക്കുക എന്നുള്ള സ്വപ്നം ഇവിടുത്തെ എല്ലാ ആൾക്കാരും വലിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ശരാശരി ഒരു മനുഷ്യനെ മേടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. സത്യം പറഞ്ഞപ്പോൾ എനിക്ക് വീടുണ്ട്, ഞാൻ വിചാരിക്കണത് എന്താ, എൻ്റെ വീടിന് വില കൂടണമെന്നാ. എനിക്ക് സന്തോഷം അത്. പക്ഷേ അതൊരു തരത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വീട് മേടിക്കാൻ പറ്റണം. വീട് മേടിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് വില കുറഞ്ഞ് കിട്ടണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു അടിപൊളി പോളിസി, അതായത് ഹോം ക്രൈസിസ് അല്ലെങ്കിൽ ഹോം പ്രൈസ് പിടിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പോളിസി എന്താണെന്ന് വെച്ചെങ്കിൽ, $10 ലക്ഷം താഴെയുള്ള വീടിന്, അതിന് ആദ്യമായിട്ട് വീട് മേടിക്കുന്ന ആൾക്ക് GST കട്ട് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു $50,000 ലാഭമാണ്. $10 ലക്ഷം വീട് മേടിക്കുമ്പോൾ നിങ്ങൾ 9,50,000 കൊടുത്താൽ മതി എന്നർത്ഥം. അടുത്തൊരു കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഗവൺമെൻറ് തന്നെ, അതായത് വെറുതെ നമ്മുടെ നാട്ടിലത്തെ മാതിരി ഭവന പദ്ധതിയല്ല, ഗവൺമെൻറ് തന്നെ നേരിട്ട് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് തന്നെ വീട് പണിയുന്നു വളരെ തുച്ഛമായ വിലയ്ക്ക്. അതായത് ഡിറ്റാച്ച്ഡ് ഹോം, ടൗൺ ഹൗസ് ഒന്നുമല്ല, ഡിറ്റാച്ച്ഡ് ഹോമുകൾ വെറും $5 ലക്ഷം ആൾക്കാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വീട് പണിയണമെങ്കിൽ എന്ത് വേണം? പണിക്കാർ വേണം. അതിനുള്ള പണിക്കാർ കൂടി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്, ഓരോ കോളേജുകളോടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോളേജുകാർ ഇങ്ങനെ കണ്ണി കണ്ട കോഴ്സ് നടത്തിയിട്ടുമ്മ ലോജിസ്റ്റിക് മറ്റേത് അങ്ങനത്തെ തക്കട തരിയുടെ കോഴ്സ് നടത്തിയിട്ട് നിങ്ങൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരണേ? ഇത്രയും അനിയന്ത്രിതമായിട്ട് കുട്ടികളെ കൊണ്ടുവരിക, അല്ലേ? അൺകൺട്രോൾഡ് ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കുകയാണ് ശരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ പണി ചെയ്യണ്ട. നിങ്ങൾ നല്ല നല്ല കോഴ്സുകൾ നടത്ത്. ഇപ്പോൾ വീട് പണിയണം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, പിന്നെ മൈനിങ് വരണു, അതിന് വേണ്ട ആവശ്യമുള്ള കോഴ്സുകൾ നിങ്ങൾ നടത്തിക്കോ. ഗവൺമെൻറ് ഫണ്ട് ചെയ്യാന്ന്, നിങ്ങളുടെ ലാഭം നിങ്ങൾ കുറയ്ക്കേണ്ടാന്ന്. അപ്പോൾ ആ ലെവലിൽ വരെ പറഞ്ഞ് ഓരോ സൈഡിൽ നിന്ന് ഈ പുള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നല്ല പോളിസികൾ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ. നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്
വരും. നല്ലൊരു ശുഭപ്രതീക്ഷയിൽ ആൾക്കാർ നന്നായിട്ട്, കാരണം പണി അറിയാവുന്നതിൻ്റെ കയ്യിൽ ചെങ്കോലും കിരീടവും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ കനേഡിയൻസ് ഇരിക്കുന്നത്. നമ്മുടെ മമ്മൂക്ക ഒരു പടത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യ എന്താണെന്ന് പറയണമെങ്കിൽ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ വിളിച്ചു പറയണമെന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ. അപ്പോൾ അതറിയണമെങ്കിൽ എന്ത് വേണം? ഇങ്ങോട്ട് വിദ്യാഭ്യാസ യോഗ്യത. നിസ്സാരക്കാരനല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നേക്കും എക്കണോമിക്സിൽ PhD എടുത്തുള്ള മുതലാണ്. തീർന്നിട്ടില്ല. 2008 ലോകം മൊത്തം സാമ്പത്തിക മാന്ദ്യം വന്ന് തകർന്ന് തരിപ്പണായ സമയത്തെ നമ്മുടെ കാനഡ നെഞ്ചും വിരിച്ച് തലയും പൊക്കി നിന്ന് വലിയ സ്റ്റൈലിൽ അതിൻ്റെ മെയിനായിട്ട് ആളുണ്ടല്ലോ ഈ പറഞ്ഞ മുതലാണ്. അന്നത്തെ പുള്ളിയുടെ കുറച്ച് നയങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ കാനഡ അന്ന് ബാങ്ക് ഓഫ് കാനഡ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ ഗവർണറായിരുന്ന ഈ മനുഷ്യൻ താങ്ങി നിർത്തിയത്. കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ആ യൂണിയനിൽ നിന്ന് നമ്മുടെ ബ്രിട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ സമയത്ത് അറിയാലോ, മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ എല്ലാ പ്രശ്നങ്ങളും വരും. പക്ഷേ കാനഡയിൽ ഇങ്ങോട്ട് പ്രവർത്തിച്ച ആ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങോരെ അവിടേക്ക് വിളിക്കുകയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ടൊരു നോൺ ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അവിടുത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിൻ്റെ ബാങ്കിൻ്റെ ഗവർണറായിട്ട് വർക്ക് ചെയ്തിട്ട് അവരെ അന്തസ്സായിട്ട് നടത്തി കൊടുത്തു എന്നുള്ളതാണ്. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ട് ഒരാളുടെ കയ്യിൽ സത്യം പറഞ്ഞ കാനഡ അതീവ സുരക്ഷിതമാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് സമ്മതിച്ചാൽ മതി. ലോങ് ടൈമിലേക്കാണ്. അതായത് ബുദ്ധിയുള്ളവന്മാർ കളിക്കുന്ന കളി അങ്ങനെയാ. അതായത് ഇപ്പോൾ 2025 അല്ലേ, 2100 ആകുമ്പോഴേക്കും 44 മില്യൺ ഉള്ള പോപ്പുലേഷനെ 100 മില്യൺ ആക്കാനുള്ള വലിയൊരു പദ്ധതിയാണ് പുള്ളിയുടെ മനസ്സിലുള്ളത്. അത് വെറുതെ അല്ല. അതായത് കാനഡയിലത്തെ ഊർജങ്ങൾ യുറേനിയം ഉണ്ടാക്കണതിൽ ഇപ്പോൾ കാനഡ സത്യം പറഞ്ഞാൽ 2ാമത്തെ രാജ്യമാണ്. അത് മാറ്റിയിട്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ടുള്ള സകലമാന പണികളും, അതായത് ഈവൻ ഏറ്റവും കൂടുതൽ സാധനം കുഴിച്ചെടുക്കാൻ പോകുന്നത് സസ്കാറ്റുവനിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ പെർമിഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ആ കൂടി നമ്മുടെ ഫെഡറൽ ഗവൺമെന്റ് പെർമിഷൻ മാത്രമേ വേണ്ടൂ. അതേപോലെ തന്നെ ഈസ്റ്റ് എനർജി എന്ന് പറയുന്ന നമ്മുടെ എനർജി ലൈൻ, അതായത് നമ്മുടെ ക്യൂബക്കിലേക്ക് പോണ സാധനം, അതിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിച്ച് ക്യൂബക്കിന്റെ പ്രീമിയറും പറഞ്ഞു എന്ത് പണ്ടാറാച്ച കാണിച്ചോ, നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ എല്ലാ രീതിയിലും, അതായത് കാനഡയിൽ ഉറങ്ങിക്കിടക്കണ ഞാൻ ഭീമൻ ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു സാധനത്തിനെ പതുക്കെ ഏണിപ്പിച്ച് ആണ്ണൻ നൈസായിട്ട് പണിയാ, ലോങ് ടൈമിലേക്കുള്ള പടയാ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ട് അതൊരു നല്ലൊരു പ്രോസസ് തന്നെയായിരിക്കും. നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ റിസർവോയർ എന്ന് പറയുന്നത് നമ്മുടെ ആൽബർട്ടയാണ്. ഈ ആൽബർട്ട് ഒന്നും അടക്കിയിട്ട് ഇങ്ങനെ അമേരിക്കയ്ക്ക് ചാടാൻ പിടിക്കാൻ പോകാൻ നിൽക്കുകയായിരുന്നു. അവരും പതുക്കെ പത്തി മടക്കിയിട്ട് ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്തിലിപ്പോ മഞ്ഞുരുക്കിയ കാരണം കൊണ്ട് അവിടുത്തെ കപ്പൽ പാത ഏകദേശം മേലെ സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോകും. പിന്നെ BC നമുക്ക് നമ്മുടെ ഓൾറെഡി ഇവിടെ പൈപ്പ് ലൈൻ അവിടെ സെറ്റാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണ്ട കാലം അമേരിക്കയ്ക്ക് വെറുതെ കാപ്പിക്കാശിന് കൊടുത്തുകൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ നമ്മളിനി രാജ്യം മുഴുവൻ നല്ല ന്യായ വിലയ്ക്ക് കൊടുക്കാന്ന് പറയില്ലേ, അതിനുള്ള സകലമാന പദ്ധതിയും ആവിഷ്കരിച്ചു. ട്രംപിന്റെ ഈ കുന്തളിപ്പോണ്ട് അങ്ങനെ വെച്ച് നമുക്ക് കിട്ടിയിട്ടാ പറയുമ്പോൾ അതും പറയണല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും നോക്കി കഴിഞ്ഞാൽ കാനഡയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഞാൻ ശരിക്കും ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ ഞാൻ പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുന്നത് കാനഡയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, നവോത്ഥാനം എന്നൊക്കെയും പറയില്ല. ഇത് ഒരു 75 കൊല്ലത്തേക്കുള്ള പ്ലാനായിട്ട് പുള്ളി വന്നേക്കണേന്ന്, കണകുണ സെറ്റപ്പ് ഒന്നുമല്ല. അപ്പൊ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാ. പിന്നെ നമ്മുടെ കാരണിക്കുട്ടൻ എത്ര മിടുക്കനാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ എന്ത് കാര്യം നടത്തണമെങ്കിലും ശകലം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞ പോലെ 2 കാര്യങ്ങളും മെയിനായിട്ട് പുള്ളിക്ക് പണി കിട്ടാൻ പോണേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തോളത്ത് കൈയിട്ട് നടക്കുന്ന ആൽബർട്ടാ, അവിടുത്തെ പെണ്ണുമ്പിള്ള എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തെങ്കിലും ചെറുതായിട്ടൊരു പണി ആശാതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് പുറത്തു പോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ നമുക്ക്? അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടി ചരിത്രം പഠിക്കണം. വേറെ ഒന്നുമല്ല, ചില സാധനങ്ങൾ എത്ര കൂട്ടിയാലും കൂടില്ല എന്ന് പറയില്ലേ. ചില സാധനം നമ്മുടെ കൂടെ നിർത്താൻ പറ്റില്ല. ചിലവരുടെ പ്രസൻസ് നമുക്ക് പൊട്ടയാന്ന് പറയും. ഇവർക്ക് ഭയങ്കരമായിട്ട് ഇത്ര റിസോഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ ഈ പെണ്ണുമ്പിള്ളയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണ്ട് വൈൽഡ് റോസ് ഇൻഡിപെൻഡൻസ് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി 2006 മറ്റോ തുടങ്ങിയിട്ട് അതിൻ്റെ സംഭവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആൽബർട്ടിൽ മാത്രമുള്ളൊരു ലോക്കൽ പാർട്ടിയാണ്. ആ ലോക്കൽ പാർട്ടിയുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ആൽബർട്ടിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോയി അത്യാവശ്യം സീറ്റും കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2014 ഇവർ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്.
ആ സമയത്ത് മരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ NDP ആണ്. അപ്പോൾ കൺസർവേറ്റീവ് നിൽക്കുന്നത് അപ്പുറത്താണ്. അപ്പോൾ കൺസർവേറ്റീവ് എന്ത് ചെയ്തു, ഇവരും നൈസായിട്ട് വിലക്കിണ്ട് മേടിച്ചു. അപ്പോൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭരണം പിടിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷേ കൂടെ ചെന്ന ആൾക്കാർക്ക് സീറ്റും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് MLA ആയിട്ടിരുന്ന ആളുടെ ജോലിയായിട്ടുള്ള RJ റേഡിയോ ജോലിക്കായിട്ട് ആൾ വീണ്ടും ജോലി ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ പാർട്ടിയിലവിടെ തുടർന്നുകൊണ്ടിരുന്നു. ഇതും കഴിഞ്ഞിട്ട് ആശാത്തി ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ പാർട്ടിയുടെ തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ്. അവസാനം നമ്മുടെ കാർണിമോൻ ഇപ്പോൾ കയറിയിട്ടുള്ള പോലെ തന്നെ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാതെ നൈസായിട്ട് ആ പാർട്ടി കയറി എന്നുള്ള ഫലത്തിൽ അവിടെ കയറി അങ്ങോട്ട് എന്തായി പ്രീമിയറായി. അപ്പോൾ ഇവരുടെ ഉള്ളിൻ്റെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പണ്ടത്തെ നമ്മുടെ തീവ്രവാദം നമ്മൾ പറയില്ലേ മറ്റേ മാവോയിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഉള്ളിൽ കിടപ്പുണ്ട്, അത് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആശാത്തി നൈസായിട്ട് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഈ റഫറൻഡം അവർക്ക് പാസ്സാക്കി കഴിഞ്ഞാൽ അവർക്ക് പോവാം. പക്ഷേ ഈ റഫറൻഡം വെക്കണമെങ്കിൽ എത്രയോ സിഗ്നേച്ചർ ഇവർക്ക് വേണമെന്നുണ്ട്. ആ സിഗ്നേച്ചറിൻ്റെ എണ്ണം ഇവർ നൈസായിട്ട് വെട്ടി കുറച്ചു. അപ്പോൾ കുഴപ്പമില്ലോ, കൂടുതലിട്ടാലേ കുഴപ്പമുള്ളൂ. ഇവർക്ക് കിട്ടാം എന്നുള്ളൊരു പ്രതീക്ഷയുള്ള സാധനത്തിനുള്ളത് അവരാക്കി വെച്ചു. ഇനി നൈസായിട്ട് റഫറൻഡം കൊണ്ടുവരിക, സാധനം എടുത്തിട്ട് പുറത്തേക്ക് തട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധനത്തിനെ കാരണി നൈസായിട്ട് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് വലിയൊരു തലവേദന പുള്ളിക്ക് കിടപ്പുണ്ട്. ഓൾറെഡി പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളും വേണ്ട പ്രിവിലേജസ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു മുതലിനെ എങ്ങനെ നമ്മൾ നമ്പും എന്നുള്ള വലിയൊരു തലവേദന ഈ മുതലിനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു നിയമസഭ ആവശ്യമുള്ള മന്ത്രിമാരെക്കാട്ടും സീറ്റിനെക്കാട്ടും 3 സീറ്റ് കുറവാണ്. മിക്കവാറും സംഭവിക്കാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NDP ഉണ്ടല്ലോ, NDPയുടെ ഇത് പോയി. കാരണം വെച്ചാൽ അവർക്ക് 7 സീറ്റ് അവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അത്രയും ആ സീറ്റിൽ അതിന് പേര് അവർ ആ പാർട്ടിയുടെ അംഗത്വം എന്ത് സാധനം പോവാം. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞപ്പോൾ സ്വതന്ത്രന്മാരാണ്. ഈ സ്വതന്ത്രന്മാരായിട്ട് ഇവർ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നൈസായിട്ട് നമ്മുടെ നാട്ടിലേക്കും ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇവരെ വല്ല റിസോർട്ടിലേക്കും കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് പറഞ്ഞ് ധാരണയാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ മൈനോറിറ്റി ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളി നൈസായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യേണ്ടതൊന്നും ഇരിക്കുന്നില്ല. അതൊക്കെ എത്ര കാലത്തേക്കുണ്ട് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഈ 2 കേസുകളാണ് പുള്ളിക്കുള്ളൊരു തലവേദന വരാൻ പോണേ. നമ്മുടെ ഈ കാർണി മൂപ്പനുണ്ടല്ലോ, ഇങ്ങൊരു ബുദ്ധിയുള്ളവനാന്ന് മനസ്സിലായപ്പോൾ, നല്ല ആളുടെ കയ്യിൽ ചെങ്കോലും വടിയും കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ കാനഡയായിട്ട് ഒട്ടക്കി നിന്നിരുന്ന പ്രൊവിൻസാണ് ആൽബർട്ട. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലുള്ള സ്ഥലം. അതുപോലെ തന്നെ മൈന് ഏറ്റവും നന്നായിട്ടുള്ള സ്ഥലമായിരുന്നു നമ്മുടെ സസ്കാറ്റൂൺ. അപ്പോൾ ഈ 2 പ്രൊവിൻസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചിരിക്കുന്നത് ലിബറൽ പാർട്ടിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൺസർവേറ്റീവ്സാണ്. അതുപോലെ തന്നെ ക്യൂബക്കിൽ കിട്ടിയിട്ടുള്ളത് വേറെ പാർട്ടിക്കാരാണ്. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരേ ഒരു സ്വരത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ കാനഡേനെ നമുക്ക് യുണൈറ്റഡ് ആയിട്ട് പിടിക്കണം. ആൽബർട്ടല്ല അമ്മച്ചില്ലേ നമ്മുടെ ട്രംപിൻ്റെ കൂടെ പോയുള്ളത്, അവൾ പറഞ്ഞത് അറിയാം, ഞങ്ങൾക്ക് വേണ്ട പരിഗണന തരികയാണെങ്കിൽ ഞങ്ങൾ ഇത് നിങ്ങളുടെ കൂടേതാണ് മനസ്സിലാവണ്ട. അതേമാതിരി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യുണൈറ്റഡ് കാനഡ എന്ന് പറയില്ലേ, ആ ഒരു സ്ഥാനത്തേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പോയി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒന്ന് ഇരിക്കട്ടെ കേട്ടാ, കുറേ നാളെ നിന്നിട്ട് വയ്യ അമ്മേ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമായ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ നിന്നും എല്ലായിടത്തുനിന്നും പുള്ളിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫോൺ കോൾസും എല്ലാ സാധനവും വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മോദിജി ഇന്ത്യയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ എല്ലാം എന്തിനു പറയണു, ബദ്ധശത്രുക്കളായിട്ട് നിൽക്കുന്ന ചൈന ഉണ്ടല്ലോ, അവർ വരെ വിളിച്ചിട്ട് പൊളിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് ഉള്ള ലെവലിലേക്ക്. അപ്പോൾ രാജ്യാന്തര ബന്ധങ്ങൾ നന്നായിട്ട് കൂടി. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാം, ഇങ്ങോട്ട് സത്യം പറഞ്ഞ രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയക്കാരൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിയോ ഒരു സാധനവും ഇല്ല എന്നുള്ളത് ബാക്കിയുള്ള രാജ്യക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തിനെ എല്ലാവരും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഈ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ 2 PhD മെച്ചം. ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡിൽ നിന്ന് പോയിട്ടേ മേടിച്ചതിൻ്റെ മെച്ചങ്ങളതാ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആളെ പ്രശംസിച്ചു. എല്ലാവരും ലോകം തന്നെ ഉറ്റുനോക്കുന്ന അവസ്ഥയ്ക്ക് കാർണി കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇവിടുത്തെ ന്യൂസുകൾ കണ്ടറിയാൻ പറ്റും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലിബറൽ പാർട്ടി 8 നിലയിൽ പൊട്ടും എന്ന് പറഞ്ഞോർത്തുനിന്ന് ഇപ്പോൾ തലപ്പത്ത് കയറിയിരിക്കുന്ന അവസ്ഥയ്ക്ക് പുള്ളി എത്തിച്ചു. പുള്ളിയുടെ പോളിസീസ് അതാ. ഇനി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു എക്കണോമിസ്റ്റാണ്. സോ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞേക്കണം. ഇങ്ങോട്ട് ചെന്നിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇടയില. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ പുള്ളിക്ക് വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളൂ. നല്ല രീതിയിലാണെന്ന് വെച്ചെങ്കിൽ ഈ മനുഷ്യൻ നന്നായി വർക്ക് ചെയ്യും, കാനഡനെ ഉഷാറാക്കും. അതിൻ്റെ പങ്ക് നമുക്ക് എല്ലാവർക്കും പറ്റും.
നല്ല പങ്ക് നമുക്ക് പറ്റാൻ പറ്റും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. എല്ലാം പറഞ്ഞ മാതിരി പിന്നെ എല്ലാവരും പുള്ളിക്ക് വിജയം ആശംസിച്ച മാതിരി തന്നെ നമ്മളും നല്ല രീതിയിൽ ഭരിക്കാനായിട്ട് പുള്ളിക്ക് പറ്റട്ടെ എന്ന് പുള്ളിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കാണാം. എല്ലാം പറഞ്ഞ മാതിരി. ശരി എന്നാൽ.